കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഋതു പൂർണിമ ടെക്സ്റ്റൈൽസിലെ മാനേജർ മഹേഷിന്റെ കള്ളത്തരങ്ങൾ അങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ മഹേഷിനോടൊപ്പം ഉള്ളത് പ്രതാപനാന്നുള്ള സത്യമൊന്നും ഋതുവിന് അറിയത്തില്ല. ഋതു അവനെ വെറുതെ വിടുവാണ്. അങ്ങനെ ഋതു വെറുതെ വിട്ടെങ്കിലും ഋതുവിന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങളല്ല, ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവന്റെ പുറയിൽ ആരെങ്കിലും കാണും, അതാരാന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. അതുകൊണ്ട് മാത്രമാണ് ഒരവസരം കൂടെ മഹേഷിന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ പ്രതാപനം കൂടെ സഹിച്ചില്ല. പ്രതാപന് മനസ്സിലായി ഇനി ഋതു തന്ത്രപരമായിട്ടോ നീങ്ങുള്ളൂ. ഋതുവിന്റെ ഓരോ ചുവടും മുന്നോട്ട് പോകുന്ന കാരണം എല്ലാം അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പായിട്ടും ഋതു ചകഞ്ഞറിയും. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. മാധവമേനനെ ഇല്ലാതാക്കിയതുപോലെ തന്നെ ഒരു പക്ഷേങ്കിൽ ഋതുവിനെ ഇല്ലാതാക്കേണ്ടി വരും. അങ്ങനെ വന്നാലും ഈ പ്രതാപന് കുഴപ്പമില്ല. എന്ത് ചെയ്യണമെന്ന് ഈ പ്രതാപൻ അറിയാം. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ആ പ്രതാപൻ നേരെ വീട്ടിലേക്ക് ചെന്ന് കയറിയതും പത്മജ ചോദിച്ചു, ഇതെന്ത് പറ്റി? പദവിയിലും വിപരീതമായിട്ട് നല്ല ഫിറ്റായിട്ടാണല്ലോ എന്ന് ചോദിക്കുകയാണ്. പ്രതാപൻ പറഞ്ഞു, എങ്ങനെ ഫിറ്റ് അല്ലാതാകും? ആ ഋതു അവള് വീണ്ടും കളത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയെന്ന് പറയാം. എന്തൊക്കെയാ പ്രതാപമായിട്ട് പറയണേന്ന് ചോദിക്കും. എന്ത് പറയാനാ, ഇന്ന് അവളുണ്ടല്ലോ ടെക്സ്റ്റൈൽ ഷോപ്പിലെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കി. മഹേഷ് വെട്ടിച്ച കണക്കുകളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ചു. അവന് താക്കീത് നൽകി. അധികം വൈകാതെ തന്നെ നമ്മളിലേക്ക് എത്തുമെന്ന് പറയാം. പത്മജ പറഞ്ഞു, എന്നാ പണിയായല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. എങ്ങനെ നൈസായിട്ട് തടി തപ്പണം. മഹേഷിനെ അവിടെ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ പങ്കിലിരുന്ന് തിരിച്ചറിയരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ടെക്സ്റ്റൈൽ ഷോപ്പിൽ മാത്രമല്ല, ഒരു കമ്പനിയിൽ നമുക്ക് കയറാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഉടനെ എന്തേലും ഒരു കാര്യം ചെയ്താൽ മതിയാവുള്ളൂ. പത്മജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ഋതുമോളെ വിളിച്ചൊന്ന് സംസാരിക്കുക. വിളിച്ചു കഴിയുമ്പോൾ അറിയാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ പറയുമെന്നുള്ളേ. ഈ അവസ്ഥ നിങ്ങൾ എന്തായാലും പോണ്ട. നാളെ നേരം വെളുക്കട്ടെ. നേരം വെളുത്തിട്ട് ഋതുവിനെ പോയി കാണാൻ പറയാം. ശരി, എനിക്കിന്ന് ഋതുവിനെ പോയി കാണണം. കാരണം അവളുടെ മനസ്സിന്റെ കോണിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യേണ്ട എന്റെ കടമയും കൂടെ അല്ലേ എന്ന് പ്രധാനം പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് സേതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം പതിവിലും വീര്യതമായി പല്ലവി ഇന്ന് കുറെ സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അവളുടെ അടുത്ത് നിൽക്കുമ്പോ എന്തൊക്കെയോ ഒരു സുരക്ഷിതത്വ ബോധമൊക്കെ തോന്നുപോലെ. ഇതിനു മുമ്പ് ആരുടെ അടുത്തുനിന്നും കിട്ടാത്ത എന്തോ ഒരു അടുപ്പം അവളോട് തോന്നുന്നുണ്ട്. എത്രയാന്ന് പറഞ്ഞാലും അവൾക്ക് അതുപോലെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇനിയിപ്പം മനസ്സിലുള്ളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവളോട് തനിക്ക് അത്രമാത്രം പ്രണയമുണ്ട്. പ്രണയത്തെക്കാൾ ഉപരി എന്തോ ഒരു അടുപ്പം കൂടുതലായിട്ടുണ്ട്. ആ ഒരു ചിന്തയിലായിരുന്നു. ഈ സമയത്ത് ശ്രീകാരി വന്നിട്ട് ചോദിച്ചു, എന്താ സേതുവേട്ടാ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കാം. അതെ, എനിക്കിനി വയ്യടാ. എന്റെ മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിക്കാൻ വയ്യ. എനിക്ക് എന്റെ പ്രണയം തുറന്നു പറയണം. ഓഹോ, അതാണോ കാര്യം? അതിനെന്താ, പ്രണയം തുറന്നു പറയാലോ എന്ന് പറയും. നിനക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റി. പക്ഷെ എന്റെ അവസ്ഥ അതല്ലല്ലോ. അതിനെന്താ, സേതുവേട്ടനൊരു കാര്യം ചെയ്യേ, പല്ലവേച്ചിയോട് വരാൻ പറഞ്ഞിട്ട് പല്ലവേച്ചിയുടെ മുന്നില് മനസ്സങ്ങോട്ട് തുറക്കാൻ പറയണം. പിന്നെ ഈസി ആയിട്ടൊരു പുഷ്പം പറിക്കുന്ന പോലെ അങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ അത്. എടാ, ഞാൻ എന്റെ പ്രണയം തുറന്നു പറയുമ്പോ ഇനിയിപ്പൊ പല്ലവി നോയ പറയുന്നെങ്കിലോ? നോയാണെങ്കിലും കുഴപ്പമില്ല. യെസ് ആണോ നോയാണെന്ന് അറിയാലോ. ഈ വൺ സൈഡ് പ്രണയത്തെക്കാളും നല്ലതല്ലേ. പല്ലവേച്ചിയുടെ മനസ്സിലുള്ള എന്താന്ന് തിരിച്ചറിഞ്ഞു കഴിയാണ് കുഴപ്പമില്ലെന്ന് പറയാം. അത് ശരിയാ, ഒരു കാര്യം ചെയ്യ, വിളിച്ചിട്ട് പറ, നാളെ കാണണം, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയണം. പറയാല്ലേ. അങ്ങനെ സേതു പല്ലവിനെ വിളിക്കുകയാണ്. പല്ലവിനെ വിളിച്ചിട്ട് നാളെ ഒന്ന് കാണണം എന്ന് പറയാം. ഇത് കേട്ടതും പല്ലവിച്ച്, എന്താ, അതൊക്കെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം. അങ്ങനെ ഇവിടെ സേതു ഫോൺ വെച്ചു. അപ്പൊ പല്ലവിക്ക് ടെൻഷനായി. എന്തായിരിക്കും സേതുവായിട്ട് പറയാനുള്ളത്, എന്താന്ന് അറിയത്തില്ല. നാളെ കാണുമ്പോ അറിയാലോ. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പല്ലവി ഉറങ്ങാനായിട്ട് കിടക്കണേ. പിന്നീട് സേതുവും ശ്രീഹരിയും വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോ അവിടെ അച്ഛൻ നിപ്പുണ്ടായിരുന്നു. അച്ഛൻ സേതുവിനെ കണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, സേതുവേട്ടൻ കലക്കിന്ന് പറയാണ്. കലക്കിയോ? അതെന്താ? കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചില്ലേന്ന് ചോദിക്കും. കള്ളത്തരങ്ങൾ ആരുടെ? ഒന്നും അറിയത്തില്ലല്ലേ, എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ നടിക്കണല്ലേന്ന് ചോദിക്കും. എന്താ കാര്യം? അല്ല, ഇന്ന് കമ്പനിയിൽ ചെന്നിട്ട് ആ പേപ്പറിലൊന്നും സൈൻ ചെയ്ത് കൊടുത്തല്ലോ. അതുകൊണ്ട് ഇന്ന് ഋതു മാനേജറെ കള്ളത്തരങ്ങളൊക്കെ പൊക്കി. 1-2 ലക്ഷമല്ല, കുറെ ലക്ഷം രൂപ അവൻ മുക്കിയിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ട സേതു പറഞ്ഞു, ഇതാണോ വലിയ അത്ഭുതമായിട്ട് പറയണേ? ഇതൊക്കെ മുൻപേ എനിക്ക് അറിയാവുന്ന കാര്യമാ. എങ്ങനെ അറിയാം? നമുക്കറിയാലോ കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. വീട്ടിലുള്ളവരെ തന്നെ തിന്നു മുടിക്കുമ്പോ നമുക്കതൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയാം. അല്ല, വലിയായിട്ട് എന്താ ആരെ കുറിച്ചാ പറയണേ? അതൊക്കെ വഴിയെ മനസ്സിലാക്കിയോളൂ. ഇപ്പൊ ഞാൻ ഇനി എന്തേലും പറഞ്ഞിട്ടേ ഇനി അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഓർത്തു വെച്ചോ, ആ പ്രതാപൻ എന്ന് പറയുന്ന നിങ്ങളുടെ അങ്കിൾ ഉണ്ടല്ലോ, ഉള്ളിടത്തോളം കാലം
ഒരു കാരണവശാലും ഈ കമ്പനി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടോ അച്ചു ചോദിച്ചു, അതെന്താ വല്യേട്ടാ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അങ്ങനെയാന്ന് പറയാണ്. ഈ സമയത്ത് ബേബി ചേച്ചി പായസമൊക്കെ ആയിട്ട് വരണം. ഇതെന്താ ബേബി ചേച്ചി പതിവിലും വിപരീതമായിട്ട് വൈകുന്നേരം പായസമൊക്കെ? അതെ, ഇന്ന് പൂർണിമേച്ചി പറഞ്ഞ് പായസം ഉണ്ടാക്കുന്നുണ്ട്. അതെന്താ വിശേഷം? അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയാം. അച്ചു പറഞ്ഞു, മനസ്സിലായി മനസ്സിലായി, ഇതേ വെല്ലേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതായിരിക്കും. വെല്ലേട്ടൻ കാരണമല്ലേ ഇന്ന് വലിയൊരു കള്ളത്തര കണ്ടുപിടിച്ചെന്ന് പറയാം. ഇത് കേട്ട ശ്രീഹരൻ, ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം. നീ ആള് കൊള്ളാലോ എന്ന് പറയുകയും ചെയ്തു. പിന്നീട് പായസമൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. അങ്ങനെ മുറിയിലേക്ക് പോയി. ഈ സമയത്തല്ല ഋതുവിന്റെ മനസ്സിലെ ചിന്ത, ഒരു പക്ഷേ മഹേഷ് തന്നെയായിരിക്കും ആ കാര്യങ്ങൾ ചെയ്തേ, അതോ മഹേഷിന്റെ പിന്നിൽ ആരെങ്കിലും കാണുമോ? ഉറപ്പായിട്ടും ആരെങ്കിലും കാണുമായിരിക്കും. തന്നെ ആയിരിക്കില്ല അങ്ങനെ ചെയ്തേ. തന്നെ ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മഹേഷിന് പറ്റില്ല. കൂടെ ആരെങ്കിലും ഫുൾ സപ്പോർട്ട് വേണം. പക്ഷെ ആരായിരിക്കും? ഇത് പ്രതാപനങ്ങളോട് വിളിച്ചു പറഞ്ഞാലോ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം എന്നോർത്ത് പ്രധാനെ ഫോൺ ചെയ്യണം. വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് അങ്കിളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. എന്താ മോളെ? നാളെ അങ്കിൾ ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറയാം. ശരി, നാളെ രാവിലെ ഞാൻ വന്നേക്കാന്ന് പറയണം. എങ്കിലും കിടന്നു കഴിഞ്ഞിട്ട് ഋതുവിന് ഉറക്കം വന്നില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ഇന്നിപ്പം സേതു വന്നില്ലായിരുന്നെങ്കിൽ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ പറ്റില്ല. കൃത്യസമയത്ത് തന്നെ അയാൾ വന്നു. ഒരു പക്ഷേങ്കില് അച്ഛന്റെ ആത്മാവ് അയാളെ എവിടെ എത്തിച്ചാനും വഴിയുണ്ട്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണോ അച്ഛൻ ഇനിയിപ്പം അയാളുടെ സൈൻ വേണമെന്നൊക്കെ പറയാൻ പറ്റില്ല എന്നോർത്ത് ഋതു ഉറങ്ങാൻ കിടന്നേ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ തന്നെ പ്രതാപൻ എത്തുവാണ്. പ്രതാപൻ എത്തിയിട്ട് പൂർണിമയോട് ചോദിച്ചു, അല്ല എന്നെ പൂർണ്ണിമേച്ചി ഋതു കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കാം. അല്ല അത് ഋതു വന്നിട്ട് പറയൂന്ന് പറയാം. അങ്ങനെ ഋതു വന്നു. അങ്കിൾ ഇരിക്കാൻ പറയാണ്. പ്രതാപനിരുന്നു. അല്ലെങ്കിലേ കമ്പനി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അല്ല എന്താ പ്രശ്നം മോളെ? ആ മഹേഷ് ഉണ്ടല്ലോ, അവൻ കുറെ വെട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ടല്ലോ ഒരു ഞെട്ടൽ അങ്ങോട്ട് അഭിനയിക്കുകയാണ് പ്രതാപൻ. വെട്ടിച്ചിട്ടുണ്ട്? എന്താ മോളെ പറഞ്ഞേ? അതെ, 1-2 ലക്ഷം രൂപയല്ല, കുറെ ലക്ഷങ്ങൾ അങ്ങനെ വെട്ടിച്ചിട്ടുണ്ട്. കുറെ കാലമായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കാം. ദൈവമേ, അവൻ ഇത്ര ഒരുത്തനാണെന്നോ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല കേട്ടോ. അവൻ ഇങ്ങനത്തെ ഒരുത്തനായിരിക്കുന്നു. മാധവേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തുമാത്രം വിദ്യാർത്ഥം വിനിയോഗക്കായിരുന്നു അവന്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ല അവൻ ഈ ചതി ചെയ്ത്. ഇനി ഒരു നിമിഷം പോലും അവനെ ആ കമ്പനി നിർത്തല്ലെന്ന് പറയാം. പെട്ടെന്ന് ഋതു പറഞ്ഞു, അവൻ അവിടെ നിക്കട്ടെ, അത് കുഴപ്പമില്ല, ഇനി ഒരവസരം കൊടുക്കാം. വേണ്ട മോളെ, അവനെയൊക്കെ പറഞ്ഞു വിട്ടേരെ. ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നവനൊന്നും ഒരു കാരണവശാലും കമ്പനി പിടിച്ച് നിർത്തല്ലെന്ന് പറയാം. ഈ സമയം പൂർണ്ണിമ വന്നിട്ട് ശരിയാ, ഞാൻ ഋതുവിനോട് അത് പറഞ്ഞ, പക്ഷെ ഋതു അത് സമ്മതിച്ചില്ലെന്ന് പറയണം. പക്ഷെ ഋതു തന്റെ മനസ്സിലുള്ള ആ കാര്യം പറഞ്ഞില്ല. ഇതിന് പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കുന്നുള്ള കാര്യം. ഒരുപക്ഷെ ആരും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലോ. ഋതുവിന്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ഋതു അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നീട് പ്രധാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനെ പിരിച്ചുവിട്ടിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു മാനേജറെ നമുക്ക് നിയമിക്കാന്ന് പറയാം. ഇത് കേട്ട ഋതു പറഞ്ഞു, വേണ്ടങ്ങളെ, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. എന്താണെങ്കിലും എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഒരു കാരണവശാലും ആ കമ്പനി നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതിനകത്തുനിന്ന് 1 രൂപ പോലും പോയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വേദനയും വിഷമം എനിക്കുണ്ട്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കുഴപ്പമില്ല. ഞാനും അവനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചു പോയി. അത്രയും വലിയ ചതിയും ചെയ്യുന്ന എനിക്കും അറിയില്ലായിരുന്നല്ലോ എന്ന് പറയണം. അത് കുഴപ്പമില്ല, ഇനി എന്നും ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. കുറച്ചു ദിവസം എൻ്റെ കണ്ണെത്താത്ത പോയി, അതായി പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പ്രതാപന് മനസ്സിലായി ഇവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക, ഇനി എന്തു സംഭവിക്കാം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അവൾക്ക് നല്ല വിഷമമുണ്ട് പ്രതാപ. കാരണം മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അവൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ വന്നേനെ. അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടെന്ന് പറയാം. അതിന് ചേച്ചി എന്തിനാ വിഷമിക്കണേ? ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാന്ന് ചോദിക്കാം. എന്നാലും അതല്ലല്ലോ, അവളുടെ അച്ഛനുള്ളത്തോളം ആരും വരത്തില്ലോ എന്ന് പറയും. അപ്പൊ ഞങ്ങൾ അന്യരല്ലേന്ന് ചോദിക്കും. അന്യരായതുകൊണ്ടല്ല പ്രതാപ, നിനക്കറിയാലോ അവളുടെ സ്വഭാവം. അവൾക്ക് ആ വീറും വാശി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. ഒരു പക്ഷേങ്കില് ഇന്ന് സേതു ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. കൃത്യസമയത്ത് തന്നെ സേതു എത്തിയതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളെല്ലാം നടന്നേ. ഇത് കേട്ടതും പ്രധാൻ പറഞ്ഞു, സേതു, എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി ആ മാനേജറുമായിട്ട് സേതുവിന് വല്ല ടൈപ്പ് ഉണ്ടോന്ന്. സേതു ആണോ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണേ. ഇത് കേട്ടോണ്ട് അച്ചു അങ്ങോട്ട് വന്നു. അച്ചു എന്തേ അങ്കിളെ, വെറുതെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കാരണവശാലും സേതുവേട്ടൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ സേതുവേട്ടൻ ആ പേപ്പറിൽ അങ്ങോട്ട് സൈൻ ചെയ്ത് കൊടുത്താൽ പോരായിരുന്നു ചോദിക്കാം. അതല്ല, ചിലപ്പോ കള്ളത്തരം ഇനിയിപ്പൊ കണ്ടുപിടിക്കുമെന്ന് വന്നോണ്ട് ഇനിയിപ്പൊ അവൻ അങ്ങനെ ചെയ്താണോ? അതെ, സേതുവേട്ടൻ ആ കമ്പനിയിലേക്ക് വരാറ് പോലുമല്ലോ, പിന്നെ എന്തിനാ വെറുതെ സേതുവേട്ടന്റെ മേലെ കുറ്റം ചുമത്തണ്ടെന്ന് പറയണം. പ്രതാപന് മനസ്സിലായി അച്ചു എത്രയൊക്കെ പറഞ്ഞാലും സേതുവിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ. പക്ഷെ ഋതുവിനെ പറഞ്ഞ് തിരിച്ചില്ലെങ്കിൽ അപകടമാവും. എങ്ങനെയാണ് ഋതുവിനെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചാണ്
അവിടുന്ന് പ്രതാപം പോകുന്നത്. പിന്നീട് സേതുവിനെ കാണാനായിട്ട് പല്ലവി എത്തുവാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ ഒരു പാർക്കിന് അങ്ങോട്ട് പോവാണ്. എന്താ സേതുവേട്ടാ? സേതുവേട്ടൻ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എന്താന്ന് ചോദിക്കും. ഒന്നുമില്ല, വെറുതെ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാന്ന് പറയാ. എന്താ സംസാരിക്കാനാ? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എന്താണെങ്കിലും എന്നോട് പറ. അത് അത് പിന്നെ എന്താ കാര്യം? പൊന്നുമടത്തിൽ എന്തെങ്കിലും കാര്യങ്ങളാണോ? അല്ല, പൊന്നുമടത്തിൽ ഇന്നലെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് കൊടുത്തില്ലായിരുന്നു. പക്ഷേങ്കില് അതുകൊണ്ട് കുറച്ച് ഗുണമുണ്ടായെന്ന് പറയാ. എന്ത് ഗുണം? ആ മഹേഷിന്റെ കള്ളത്തരം, മാനേജറുടെ കള്ളത്തരം കൈയോടെ ഋതു പിടിച്ചു. എനിക്കറിയായിരുന്നു അവള് കഴിവുള്ളവളാ. ഇങ്ങനെ ദേഷ്യപ്പെട്ടാലും അവള് കഴിവുണ്ട്. അവളെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ ആ പേപ്പറിലൊന്ന് സൈൻ ചെയ്യായിരുന്നേ. അല്ല, അതുകൊണ്ട് നല്ല കാര്യമായില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും സേതു പറഞ്ഞു, ശരിയാ, ഒരുപക്ഷെ പല്ലവി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോയാൽ തന്നെ. അപ്പൊ അതിന്റെ ഒരു നന്ദി പറയാനുണ്ട് എനിക്ക് പല്ലവിയോട്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ഉള്ളപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പം നമുക്കതൊരു ബലമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ പല്ലവി പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ പല്ലവി ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കാം. ഓ, അപ്പൊ ഞാൻ ചിരിക്കണ്ടേന്ന് ചോദിക്കും. ഇല്ല, പല്ലവി ചിരിച്ചു കാണാൻ എനിക്കൊരു ആഗ്രഹം എന്ന് പറയണം. ഇത് കേട്ടത് പല്ലവി ഒന്ന് നോക്കി സേതുവിന്റെ മുഖത്ത്. എന്താ സേതുവേട്ട അങ്ങനെ പറഞ്ഞേ? എനിക്ക് തോന്നി. കാരണം എനിക്ക് എന്താണെങ്കിലും എൻ്റെ മനസ്സിലെ പല്ലവിക്ക് ഒരു സ്ഥാനമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു ചോദിക്കാം. എന്താ സേതുവേട്ട? അല്ല, പല്ലവിക്ക് എന്നെ അടുത്തറിയാലോ. എൻ്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചും കുറച്ചൊക്കെ അറിയുകയും ചെയ്യാം. അപ്പൊ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പല്ലവിക്ക് വന്നുകൂടെ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും പല്ലവി ഒരു നിമിഷം നിശബ്ദയായിട്ട് സേതുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. സേതുവിന് പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടായി. എന്തായിരിക്കും ഇവള് പറയാൻ പോകുന്നതെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാട്ടോ. എന്തൊക്കെയാണ് പല്ലവി പറയാൻ പോകുന്ന അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, പല്ലവിക്ക് ഇനി ഇഷ്ടക്കുറവൊന്നും കാണത്തില്ല. അപ്പൊ എല്ലാവർക്കും അതിന്റെ വിശേഷങ്ങൾ കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.